അപ്പം ഞാൻ ഇവിടെ ഒരു 12 വർഷമായിട്ട് ഞാൻ തിരുവനന്തപുരത്തുണ്ട്. ഈ 2015 എൻ്റെ ഹസ്ബൻഡിന് ക്യാൻസർ വന്ന് മരണപ്പെടുന്നത്. പെട്ടിട്ടും ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ എവിടെയും പോയിട്ടില്ല. പിന്നെ ഇത്രയും വർഷങ്ങളിലും ഞാൻ ഒരേ സ്ഥലത്ത്, അതായത് ഇവിടെ തിരുവനന്തപുരത്ത് കരമനയ്ക്കടുത്ത്, അവിടെ തന്നെയാണ് ഞാൻ ഈ 12 വർഷമായിട്ടും താമസിക്കുന്നത്, ഒരേ സ്ഥലത്ത്. എന്ന് വെച്ചാൽ എനിക്ക് ഈ നാട് ഇഷ്ടം, അങ്ങനെ ഒരു കംഫർട്ട് ആയതുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. എന്നെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ സേഫാണ്, എൻ്റെ സേഫ് സോണാണ് ഞാൻ എപ്പോഴും നോക്കുന്നത്. പിന്നെ എനിക്ക് ഒരു NGO ഉണ്ട്, അതിപ്പോൾ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 19 വർഷമായിട്ട് ഞാൻ ഈ തെരുവിലെ ആളുകൾക്കൊപ്പമാണ്. സിനിമാ നടിയെന്നും അങ്ങനെ അറിയപ്പെടുന്നതിലൊന്നും എനിക്ക് അങ്ങനെ ഒരു ക്രെഡിറ്റോ കാര്യങ്ങളോ ഒന്നും എന്നെ സംബന്ധിച്ച്, ഞാൻ അങ്ങനെയല്ല. സിനിമ വന്നാൽ നല്ല സിനിമ കംഫർട്ടായിട്ട് അഭിനയിക്കണം ആസ് ആർട്ടിസ്റ്റ്, അത് ഓക്കെ. പക്ഷെ എനിക്കൊരു സോഷ്യൽ വർക്കർ എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഭിമാനമുണ്ട്, എല്ലാവരും തരുന്ന റെസ്പെക്റ്റ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് കീപ്പ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ 19 വർഷമായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തെരുവിൽ നിന്ന് ആളുകളെ എടുക്കുക, കുഷ്ഠരോഗികളെ നോക്കുക, മറ്റുള്ളവർക്ക് ആഹാരം കൊടുക്കുക, ബ്ലഡ് കൊടുക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, ഒത്തിരി വലിയ കാര്യങ്ങൾക്ക് നമ്മൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പല NGOസുമായിട്ട് നമ്മൾ സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള ബ്ലൈൻഡ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് കോഴിക്കോടുള്ള ഒരു NGOയുടെ പേട്ടറാണ്, ചീഫ് പേട്ടറാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി, എൻ്റെ കുറേ മിഷനുണ്ട്, ഈ ലോകം സമാധാനമായിട്ടിരിക്കണമെന്ന്, യുദ്ധമില്ലാത്ത, അങ്ങനത്തെയൊക്കെ എൻ്റെ കുറേ കാര്യങ്ങളുണ്ട്, അതെല്ലാം ഇവിടെ പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ ഗ്ലോബൽ പീസ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ട് ഈ പീസ് ബിൽഡിങ്ങിന് വേണ്ടി കുട്ടികളിലേക്ക് ഇത്തരം കാര്യങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഒരു നല്ല ഉദ്ദേശത്തോടെ ഇങ്ങനെ ഒരു NGO സ്റ്റാർട്ട് ചെയ്ത്, എൻ്റെ ഓഫീസ് വന്നിട്ട് ഡൽഹിയിലാണ്, ചെറിയൊരു ഓഫീസും കാര്യങ്ങളും ആയിട്ടുണ്ട്. പിന്നെ നിരന്തരം നമുക്ക് സ്റ്റാഫിനെ വെച്ചൊന്നും പ്രവർത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് അതങ്ങനെ പോകുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഫണ്ടോ കാര്യങ്ങളോ വന്നിട്ടില്ല. നല്ലവരായ നിങ്ങളെപ്പോലെയുള്ള പൊതുജനങ്ങളുടെ ചെറിയ ചെറിയ സപ്പോർട്ട്, ഇവിടെ കേരള പോലീസിലെ ഒരുപാട് ആളുകൾ, പ്രവാസികളായ സഹോദരങ്ങൾ, നല്ല വ്യക്തികളായിട്ടുള്ള ആളുകൾ, അവർ തരുന്ന 500 1000 ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ കാര്യം ചെയ്യുന്ന. അവർക്ക് എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദിയും പറയുന്നു. അതാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞു വന്ന എക്സാക്റ്റ് കാര്യത്തിലേക്ക് വരാം. ആ ഒരു വിഷയം 2013 നടക്കുന്നത്. ഇനി ഞാൻ പറയാം. ഇപ്പം ഞാനത് മാധ്യമങ്ങളുടെ മുമ്പിൽ നിങ്ങളത് പല രീതിയിലും ആഘോഷമാക്കിയതാണ്. ഇപ്പം ഞാൻ തന്നെ പറയുകയാണ്. പിഗ്മാൻ എന്നാണ് സിനിമയുടെ പേര്, അവിര റബേക്ക എന്നാണ് സംവിധായകൻ്റെ പേര്. അത് പടം റിലീസാകുന്നത് ആക്ച്വലി 2013 അതിന് കുറച്ച് നാൾ മുമ്പാണ്. അല്ല ഡേറ്റോ കാര്യങ്ങളോ ഇപ്പോൾ ഇത്രയും വർഷമായതുകൊണ്ട് എനിക്ക് എക്സാക്റ്റ് അവിടെ അന്വേഷിച്ചാൽ മാത്രം നിങ്ങൾക്ക് ആ ടെക്നിക്കൽ സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ആ സമയത്ത് ആദ്യത്തെ ദിവസമാണ് ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു പന്നി വളർത്തൽ കേന്ദ്രമാണ്. എനിക്ക് തോന്നുന്നു ഒറിജിനലി അവിടെ പന്നി വളർത്തൽ ഉണ്ടായിരുന്നു, കുറേ അങ്ങോട്ട് പന്നിയൊക്കെ ഉണ്ടായിരുന്നു. അതൊരു ബിൽഡിങ്, ഒരു വലിയ ഏരിയ ആണ്. എന്നിട്ട് ഒരു സൈഡിലേക്ക്, ലെഫ്റ്റ് സൈഡിലേക്ക് പിന്നെ ഒരു 2-3 കുഞ്ഞു കുഞ്ഞു റൂമുകൾ, അങ്ങോട്ട് ടോയ്ലറ്റ് സൗകര്യങ്ങൾ, അങ്ങനെയുള്ള ഒരു പഴയ ബിൽഡിങ്, ഒത്തിരി പഴയ ബിൽഡിങ്. രമ്യ നമ്പീശൻ ഉണ്ടായിരുന്നു അന്ന്. രമ്യ നമ്പീശനാണ് നായിക. അപ്പം ഈ അവിര റബേക്ക സാറ് നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ട് സാറ് പറഞ്ഞത്, പിന്നെ എനിക്കിപ്പോൾ ഈ സാധാരണഗതിയിൽ ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ വന്ന സാധാരണ ലൊക്കേഷനിൽ ഒരു പരിഗണനയൊന്നും കിട്ടത്തില്ല. അതായത് ഇപ്പോൾ ഡയറക്ടർ വന്ന് ഷേക്കാൻ കൊടുക്കും. ഇപ്പോൾ വലിയ നടികളൊക്കെ വരുമ്പോൾ പോയിട്ട് ഭയങ്കരമായിട്ട് ഷേക്കാൻ കൊടുക്കും. പക്ഷേ ജൂനിയർ ആർട്ടിസ്റ്റിനെ കാണുമ്പോൾ അവർക്ക് പുച്ഛമായിരിക്കും. സത്യമാണ്, ഇനിയിപ്പോൾ ആർക്കെങ്കിലും തട്ടിയാലും ശരി തന്നെയാണ്. അപ്പോൾ പക്ഷേ എനിക്ക് ഈ സോഷ്യൽ വർക്കറൊക്കെ ആയതുകൊണ്ട് ഞാൻ എപ്പോഴും ബേക്കിൽ നിൽക്കാനല്ല, ഇച്ചിരി അങ്ങോട്ട് അടുത്തോട്ട് ചെല്ലും സാറിനൊക്കെ വിളിച്ചപ്പോൾ. അപ്പോൾ സാറ് ഷേക്കാൻ വന്നു. ആഹാ സോണിയ വന്നല്ലോ, ഇതാണ് ജയസൂര്യ, ഇതാണ് ഈ പടത്തിലെ ഹീറോ, ഇതാണ് രമ്യ നമ്പീശൻ എന്ന് പറഞ്ഞ് രമ്യ നമ്പീശിനെ പരിചയപ്പെടുത്തുന്നു. പുള്ളിക്കാരി ഒരു വലിയ ലാപ്ടോപ്പ്, ഇപ്പോഴാണല്ലോ നമുക്ക് ചെറിയ ലാപ്പായത്, അന്ന് കുറച്ചുകൂടി വലിയ ലാപ്ടോപ്പിലാണ് പുള്ളിക്കാരി അന്ന് എന്തൊക്കെയോ ഇങ്ങനെ ഗെയിമൊക്കെ കളിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ എന്നാലും ഹായ് സോണിയ എന്നാക്കി പരിചയപ്പെട്ടു. പുള്ളിക്കാരി അതിൽ ഇങ്ങനെ ഇരുന്നു, ലാപ്പിൽ കളിച്ചുകൊണ്ടിരുന്നു. ജയസൂര്യ ഇങ്ങനെ ഹായ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനെ എങ്ങോട്ടോ പോയി, ഞാൻ കണ്ടില്ല. അപ്പം പ്രൊഡക്ഷൻ കൺട്രോളറോ മേക്കപ്പിൽ ആരോ പറഞ്ഞു, താങ്കളുടെ സീനും ആകാറായി, അപ്പോൾ പോയിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്ത്, ഓഫീസ് സ്റ്റാഫായിട്ടാണ്, അപ്പം പോയിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്ത് മേക്കപ്പ് ഒക്കെ ചെയ്ത് റെഡി ആയിക്കോളൂ, ഫസ്റ്റ് ഷോട്ടിൽ ഇങ്ങനെ ഒരു ഓഫീസാണ്, അപ്പം ചെയറിൽ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോയിട്ട്, ഞാൻ ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലൊക്കേഷനിലേക്ക് തന്നെയാണ് പെട്ടിയും ഇതൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് പോയി ഡ്രസ് ചേഞ്ച് ചെയ്തു, മേക്കപ്പും ചെയ്തു. അപ്പം നമ്മൾ എപ്പോഴും ഷോട്ടിന് കയറുന്നതിന് മുമ്പേ ചിലപ്പോൾ കുറേ ടൈം ക്യാമറയുടെ ബിഹൈൻഡ് ഇരിക്കുമ്പോൾ നമ്മൾ വാഷ്റൂമിലൊക്കെ പോകണമല്ലോ. അപ്പം നേരത്തെ വെള്ളമൊക്കെ കുടിച്ച് വാഷ്റൂമിലൊക്കെ പോയി സെറ്റായിട്ടായിരിക്കും നമ്മൾ അഭിനയിക്കാൻ പോയി നിൽക്കുക. എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ മേക്കപ്പും കോസ്റ്റ്യൂമും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി വാഷ്റൂമിൽ പോയിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാൻ കാണുന്നില്ല, ആരാണെന്ന് കാണുന്നില്ല. അൺഎക്സ്പെക്റ്റഡ്ലി ഒരാൾ നമ്മളെ ഹോൾഡ് ചെയ്യാണ്. അപ്പോഴാണ് നോക്കുമ്പോൾ ഇത്രയും വലിയൊരു നടനാണ്. അപ്പം ഞാൻ കൂടെ ചോദിക്കുന്നുമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായിട്ട് പല മീഡിയയിലും പറഞ്ഞിരുന്നു, പല ഇൻ്റർവ്യൂവിലും കൊടുത്തു. അതാണ് തുടക്കം. ആ നടന്ന സംഭവത്തിൽ അപ്പം തന്നെ ഞാൻ പിടിച്ച് തള്ളുമ്പോൾ
ഞാൻ കരയുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആകുമ്പോൾ നമ്മൾ പേടിക്കുമല്ലോ. അപ്പം ഇങ്ങനെ കണ്ണ് മേക്കപ്പാണ് ഫുള്ള്. അപ്പം ഇങ്ങനെ കണ്ണുനീരും വന്ന് ഇങ്ങനെ തള്ളി പെട്ടെന്ന് അയ്യോ എന്നാക്കിയിട്ട് ഉറക്കെന്ന് നിലവിളിക്കുന്ന വലിയ അറ്റാക്കോ കാര്യങ്ങളൊന്നുമില്ല. മീഡിയ ആവശ്യമില്ലാതെ ഞാൻ പറയുന്ന വാക്കല്ലാതെ വളച്ചൊടിക്കരുത് എന്നുള്ളൊരു ഇതുണ്ട്. കാരണം ഞാൻ പറയുന്ന സത്യം മാത്രമേ മീഡിയയും കൊടുക്കാവൂ എന്നുള്ളൊരു വലിയ റിക്വസ്റ്റാണ്. അത് ഏത് വ്യക്തിയായാലും. വെറുതെ ഒരാൾക്ക് മേലെ ഇല്ലാത്ത ആരോപണം ഉന്നയിക്കാനും അങ്ങനെയൊന്നും എന്നെ കിട്ടത്തില്ല. അപ്പം പുള്ളിയെ തള്ളിയപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ബലമല്ല ആൾക്ക്, നല്ല ബലമുള്ള കൈയാണ്. അപ്പം ശരിക്കും വന്ന് ഹോൾഡ് ചെയ്തപ്പോൾ ഞാൻ പേടിച്ചിട്ട് ഞാൻ ഇങ്ങനെ തള്ളിയപ്പം പുള്ളി 2 സ്റ്റെപ്പ് ബാക്കിലോട്ട് മാറി. അപ്പം ഞാൻ പറഞ്ഞു ദിസ് ഈസ് നോട്ട് ഫെയർ, എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ എത്ര വലിയ നടനോ ആയിക്കോട്ടെ, വിത്തൗട്ട് മൈ കൺസെൻറ്റ് ഇപ്പം ഇങ്ങനെ ചെയ്തത് എനിക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു വെരി സോറി, എനിക്കങ്ങ് പെട്ടെന്ന് പറ്റിപ്പോയതാണ്. പെട്ടെന്ന് പറ്റിയതല്ല, എനിക്ക് താങ്കളുടെ സോഷ്യൽ സർവീസും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മനസ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്, നിങ്ങൾ എല്ലായിടത്തും ഇങ്ങനെ അങ്ങനെയല്ല, സോണിയന് പ്രത്യേക ഒരു ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയുമല്ലോ കൂടുതലിങ്ങനെ. അത് സ്വാഭാവികമായിട്ടും ബട്ടറിങ് ചെയ്ത ആൾക്കാർ പറയും. ആ ഒരു രീതിയിൽ പറഞ്ഞിട്ട് പറഞ്ഞു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊരു ബ്ലാക്ക് ടീഷർട്ടും ഒരു ദുബായിൽ നിന്ന് കിട്ടിയൊരു ബ്ലാക്ക് ടീഷർട്ടും ഒരു ബ്ലൂ ജീൻസും ആണെന്നാണ് ആ സിനിമ. ഞാൻ ആരൊക്കെയോ ഫേസ്ബുക്കിലൊക്കെ അത് കോപ്പി ചെയ്തിട്ടേക്കുന്നുണ്ട്, എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ല ടൈം കൃത്യമായിട്ട് കളറ്. അപ്പം ഞാൻ ആ സിനിമ തിയേറ്ററിൽ കണ്ട ഓർമ്മ എനിക്കില്ല, വെരി സോറി. കാണാത്ത വേറൊന്നുമല്ല, ആ സമയത്ത് എൻ്റെ കുടുംബാംഗങ്ങളെല്ലാം ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആയിരുന്നു, അതുകൊണ്ടാണ്.